ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത്, മെയിനായിട്ട് യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര, നമുക്ക് ഓരോ ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമല്ലോ. കുറേ ആൾക്കാർ ഭയങ്കര പുച്ഛത്തോടെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇതാക്കി. അത് ഞാൻ എല്ലാവരും ഇതാക്കി പറയുന്നതല്ല, ചില വ്യക്തികൾ പറയുമ്പോൾ നമുക്കത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമോ കാര്യം അവരേത് രീതിയിലാണ് ഉദ്ദേശിക്കണേ എന്നുള്ളത്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളെന്നല്ല. കുഞ്ഞു എനിക്കിഷ്ടമാണ് അങ്ങനെ വീഡിയോസ് ഇടാനായിട്ടും, എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആവുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നല്ല, വേണ്ട സ്റ്റോപ്പ് ചെയ്തേക്കാം, എന്തിനാ മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കുന്ന എന്നുള്ള രീതിയിൽ. അതായത് എൻ്റെ ഹാപ്പിനെസ് ഞാൻ ഒരാളെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാനത് മാറ്റി വെക്കുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇരുന്നാലോചിച്ചു, ചിലപ്പോൾ 1-2 ആൾക്കാരായിരിക്കും എൻ്റെ അടുത്ത് ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴത്തേനും 2K വ്യൂസ് അല്ലെങ്കിൽ 1K വ്യൂസൊക്കെ കയറുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ 1000 വ്യൂസ് കയറണം ഞാൻ ഈ ഒരാളങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ പിന്നീട് ഞാനത് എനിക്ക് ഓക്കെ, അവർ പറയണമെങ്കിൽ പറയട്ടെ, എന്തായാലും അവർ പറയും. ഇപ്പം ഞാൻ ചെയ്താലും അവർക്കിപ്പോൾ പറയാനൊരു മാറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പറയണത്, അവർ പറയുന്നത് എന്നുവെച്ചാൽ അവളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ പറയുന്നത്. ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് എൻ്റെ ഹാപ്പിനെസ്സാണ്. ബാക്കിയുള്ളവർക്ക് പറയാതിരിക്കാം, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാതിരിക്കാം, സ്കിപ്പ് ചെയ്ത് പോവാം, അതെല്ലാം ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. അപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നോടൊന്നല്ല, ഓരോ ആൾക്കാരോടും പല ആൾക്കാർ പല രീതിയിലായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരിക്കും, ഇത്രയും ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവരെ എന്തോരം ഹേർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും നോക്കിക്കൊണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയും കൂടി മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളുടെ വാക്കുകാരനെ ഉണ്ടാക്കുന്ന മുറിവുകൾ ഇല്ലാണ്ടാക്കാം.